ഫ്രറ്റേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നജ്ദ റെയ്ഹാൻ ടെലിഫോൺ ലൈനിലുണ്ട്. നജ്ദ, ഇപ്പോഴും പുറത്തുവരുന്ന കണക്കുകൾ 50,000-ലധികം, ഏകദേശം 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ക്ലാസ് തുടങ്ങിയ ദിവസം +1 സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്. സർക്കാർ ഇപ്പോഴും പറയുന്നത് ആവശ്യമെങ്കിൽ അധിക ബാച്ചുകൾ അനുവദിക്കാം എന്ന രീതിയിൽ തന്നെ സർക്കാർ നിൽക്കുകയാണ്. ഈ കണക്കുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സർക്കാർ ഇപ്പോഴും അതിലൊരു പൂർണ്ണമായ തീരുമാനം പറയാതിരിക്കുന്നത്. ഇനി അധിക ബാച്ചുകൾ അനുവദിച്ചാൽ പോലും ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് ഫ്രറ്റേണിറ്റി കരുതുന്നുണ്ടോ? ഇല്ല, കാരണം കഴിഞ്ഞ ദിവസം അതായത് 10-ാം തീയതി ശ്രീ എ പി അനിൽകുമാർ MLA ചോദിച്ച ചോദ്യത്തിന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയിൽ തന്നെ ഉള്ളത് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ 51,000-ലധികം വിദ്യാർത്ഥികൾ പുറത്താണെന്നും അതിൽ ഫുൾ A+ നേടിയ 618 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളതുമാണ്. ഇത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ കണക്കുകളാണ്. അതിനുശേഷവും ഇപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ള ഒരു സംസാരമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച 600-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും സീറ്റ് വർധനവോ ബാച്ച് ഷിഫ്റ്റിങ്ങിലൂടെയും പരിഹരിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമല്ല നിലവിലുള്ളത്. പുതിയ ബാച്ചുകൾ അനുവദിക്കുക തന്നെയാണ് ഇതിന് ശാശ്വതമായി പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്. അത് മാത്രമാണ് ശാശ്വത പരിഹാരമായി മാറുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും +1 ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ മറുഭാഗം മികച്ച വിജയം നേടിയിട്ടും ക്ലാസ്സിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൂടി വിദ്യാഭ്യാസ വകുപ്പ് പരിഹരിക്കുകയും എത്രയും പെട്ടെന്ന് അതിനുള്ള പുതിയ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാര മാർഗം കാണുകയുമാണ് വേണ്ടത് എന്നതാണ് ഫ്രറ്റേണിറ്റിയുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. എന്തായാലും അധിക ബാച്ചുകൾ എത്രയും പെട്ടെന്ന് അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു വഴി. അത് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്.